ഇന്ന് പരിശുദ്ധമായ അറഫയുടെ രാവാണ്. നാളെ അറഫ ദിവസത്തിൻ്റെ പകൽ വരുന്നു. നമ്മൾ ചെയ്യേണ്ട ഒരു കൂട്ടം അമലുകൾ, പ്രത്യേകിച്ച് അറഫ ദിവസത്തിൻ്റെ രാവും പകലും നമ്മൾ പറയേണ്ട ഒരു കൂട്ടം ദിക്റുകളും ചെറിയ സൂറത്തുകളുമുണ്ട്. ആ ദിക്റുകൾ നമുക്കെല്ലാവർക്കും ഒന്നിച്ച് നമുക്ക് പറയാം. ശേഷം നമുക്ക് ദുആരക്കാം. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ഏറ്റവും സ്നേഹ ബഹുമാനം നിറഞ്ഞ മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പരിശുദ്ധമായ ദുൽഹിജ്ജ മാസം അതിൽ നമ്മൾ ചെയ്യുന്ന എല്ലാ അമലുകളും അതിൻ്റെ പോരായ്മകൾ പരിഹരിച്ച് അല്ലാഹു നമ്മളിൽ നിന്നും സ്വീകരിക്കുമാറാവട്ടെ. പരിശുദ്ധമായ അറഫ ദിവസം നമ്മളിലേക്ക് കടന്നു വരികയാണ്. ഹാജിമാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇന്നാണ് അറഫ ദിവസം. അത് കഴിഞ്ഞുപോയി നമുക്ക് നാളെയാണ് അറഫ ദിവസം. അറഫ ദിവസത്തിൻ്റെ പുണ്യങ്ങൾ കരസ്ഥമാക്കാൻ അല്ലാഹു തൗഫീക്ക് നൽകുമാറാവട്ടെ. അറഫ ദിവസത്തിൻ്റെ പുണ്യങ്ങൾ ഏറ്റവും കൂടുതൽ കരസ്ഥമാക്കേണ്ടത് നമ്മൾ ഏതു രൂപത്തിലാണ് ദിക്റുകൾ പറഞ്ഞും സ്വലാത്തുകൾ പറഞ്ഞും അള്ളാഹുവിലേക്ക് ഇസ്തിഗ്ഫാർ പറഞ്ഞും തൗബ ചെയ്തും ദുആ ചെയ്തുമാണ്. ഉമ്മമാരും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ സുന്നത്ത് നിസ്കാരങ്ങൾ വർദ്ധിപ്പിക്കുക. നാളെ പ്രത്യേകം നോമ്പുകാരായിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഒരുപാട് ദിക്റുകൾ പറയണം ഇൻഷാ അല്ലാഹ്. അറഫ ദിവസത്തിൽ പ്രത്യേകമായി നമ്മൾ പറയേണ്ട കുറച്ച് ദിക്റുകളുണ്ട്. ആ ദിക്റുകൾ നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് പറഞ്ഞ് അവസാനം ഇൻഷാ അല്ലാഹ് നമുക്കെല്ലാവർക്കും ദുആ ചെയ്യാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ദിക്റ്, സ്വലാത്ത്, മറ്റ് തസ്ബീഹുകൾ, നമ്മുടെ ദുആ എല്ലാം അല്ലാഹു അതിൻ്റെ പോരായ്മകൾ പരിഹരിച്ച് കബൂലാക്കുമാറാവട്ടെ. ഈ അറഫ ദിവസത്തിൻ്റെ പുണ്യം നമുക്കെല്ലാവർക്കും അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാവരും നല്ല ആത്മാർത്ഥതയോടുകൂടി, നിങ്ങൾ ഉമ്മമാരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ജോലി ചെയ്തുകൊണ്ട് തന്നെ ഈ ദിക്റുകൾ പറയാം. അത് പ്രത്യേകിച്ച് ശുദ്ധി വേണമെന്നോ അല്ലെങ്കിൽ ഉളു വേണമെന്നോ ഒന്നുമില്ല. എല്ലാവർക്കും ഈ ദിക്ർ എല്ലാ സമയത്തും പറയാവുന്നതാണ്. പിന്നെ കൈ ഉയർത്തണമെന്ന് നിർബന്ധമൊന്നുമില്ല. അപ്പോൾ ഇൻഷാ അല്ലാഹ് നിങ്ങൾ ജോലി തിരക്കാണെങ്കിലും അതിൻ്റെ ഇടയിൽ ഈ വീഡിയോ കേട്ടുകൊണ്ട് നിങ്ങൾക്ക് ദിക്റുകൾ പറയാവുന്നതാണ്. ഇൻഷാ അല്ലാഹ് നമ്മൾ ദിക്റിൻ്റെ മജ്‌ലിസിലേക്ക് പ്രവേശിക്കുകയാണ്. ആദ്യമായി 10 ലക്ഷത്തോളം വരുന്ന പാപങ്ങൾ ഒരു മനുഷ്യനിൽ നിന്നും അല്ലാഹു തആല പുറത്തു കൊടുക്കുന്ന ഒരു അത്ഭുതപ്പെടുത്തുന്ന ദിക്റാണ് നമ്മൾ ആദ്യം പറയാൻ പോകുന്നത്. മാത്രമല്ല നബിതങ്ങൾ പറയുന്നു, കടലിൻ്റെ നുരയോളം പാപങ്ങൾ ചെയ്തവനാണെങ്കിലും ആ പാപങ്ങളെല്ലാം അല്ലാഹു കരിച്ചു കളയുന്ന ഒരു അത്ഭുതപ്പെടുത്തുന്ന മാന്ത്രിക ശക്തിയുള്ള ഒരു ദിക്റാണ് ഇനി പറയാൻ പോകുന്നത്. ഇൻഷാ അല്ലാഹ് ആ ദിക്ർ നമുക്കെല്ലാവർക്കും ഒരു 33 പ്രാവശ്യം ഒന്നിച്ച് നമുക്കെല്ലാവർക്കും പറയാം. അല്ലാഹു തആല നമ്മുടെ ദിക്റിനെ സ്വീകരിക്കുമാറാവട്ടെ. لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء قدير. لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء قدير. لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء قدير. لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء قدير. لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء قدير. لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء قدير. لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء قدير. لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء قدير. لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء قدير. لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء قدير. لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء قدير. لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء قدير.
قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء قدير അല്ലാഹു തആല നമ്മുടെ ആ ഒരു ദിക്റിനെ സ്വീകരിക്കുമാറാവട്ടെ. ആ ദിക്ർ പറഞ്ഞാൽ എന്തെല്ലാം പ്രതിഫലങ്ങളുണ്ടോ അത് മുഴുവനും പടച്ചവൻ നമുക്ക് നൽകുമാറാവട്ടെ. ആമീൻ. ഇനി അടുത്തതായി നമുക്ക് പറയാനുള്ളത് മഹാന്മാർ അവരുടെ കിതാബുകളിൽ രേഖപ്പെടുത്തുന്നു ഒരു സ്വലാത്താണ്. ആ സ്വലാത്ത് ഒരു 33 പ്രാവശ്യം ഒന്നിച്ച് നമുക്ക് എല്ലാവർക്കും പറയാം. പിന്നെ സ്വലാത്ത് പറഞ്ഞാലുള്ള പ്രതിഫലമൊക്കെ നമുക്കറിയാം. ഒരുപാട് സ്വലാത്തിന്റെ പ്രതിഫലങ്ങളൊക്കെ നമ്മൾ കേട്ടവരാണ്. അപ്പോൾ ഈ ഒരു സ്വലാത്ത് പറയുമ്പോൾ പടച്ചോനെ മനസ്സിലുള്ള ഹലാലായ മുറാദുകൾ ഹാസിലാവണം, രോഗങ്ങളൊക്കെ ശിഫയാവണം, ഈ അറഫ ദിവസത്തിന്റെ പുണ്യം മുഴുവനും കിട്ടണം എന്ന നല്ല നിയ്യത്തിൽ ഇൻഷാ അല്ലാഹ് ഈ ഒരു സ്വലാത്ത് നമുക്ക് പറയാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹുമ്മ സ്വല്ലി അലൻ നബിയിൽ ഉമ്മി വറഹ്മത്തുള്ളാഹി വബറകാതുഹു. بسم الله الرحمن الرحيم. اللهم صل على النبي الأمي ورحمة الله وبركاته. بسم الله الرحمن الرحيم. اللهم صل على النبي الأمي ورحمة الله وبركاته. بسم الله الرحمن الرحيم. اللهم صل على النبي الأمي ورحمة الله وبركاته. بسم الله الرحمن الرحيم.
الرحيم اللهم صل على النبي الأمي ورحمة الله وبركاته بسم الله الرحمن الرحيم اللهم صل على النبي الأمي ورحمة الله وبركاته بسم الله الرحمن الرحيم اللهم صل على النبي الأمي ورحمة الله وبركاته بسم الله الرحمن الرحيم اللهم صل على النبي الأمي ورحمة الله وبركاته بسم الله الرحمن الرحيم اللهم صل على النبي الأمي ورحمة الله وبركاته بسم الله الرحمن الرحيم اللهم صل على النبي الأمي ورحمة الله وبركاته بسم الله الرحمن الرحيم اللهم صل على النبي الأمي ورحمة الله وبركاته بسم الله الرحمن الرحيم اللهم صل على النبي الأمي ورحمة الله وبركاته بسم الله الرحمن الرحيم اللهم صل على النبي الأمي ورحمة الله وبركاته بسم الله الرحمن الرحيم اللهم صل على النبي الأمي ورحمة الله وبركاته بسم الله الرحمن الرحيم اللهم صل على النبي الأمي ورحمة الله وبركاته بسم الله الرحمن الرحيم اللهم صل على النبي الأمي ورحمة الله وبركاته بسم الله الرحمن الرحيم اللهم صل على النبي الأمي ورحمة الله وبركاته بسم الله الرحمن الرحيم اللهم صل على النبي الأمي ورحمة الله وبركاته بسم الله الرحمن الرحيم اللهم صل على النبي الأمي ورحمة الله وبركاته بسم الله الرحمن الرحيم اللهم صل على النبي الأمي ورحمة الله وبركاته بسم الله الرحمن الرحيم اللهم صل على النبي الأمي ورحمة الله وبركاته بسم الله الرحمن الرحيم اللهم صل على النبي الأمي ورحمة الله وبركاته بسم الله الرحمن الرحيم اللهم صل على النبي الأمي ورحمة الله وبركاته بسم الله الرحمن الرحيم اللهم صل على النبي الأمي ورحمة الله وبركاته بسم الله الرحمن الرحيم اللهم صل على النبي الأمي ورحمة الله وبركاته بسم الله الرحمن الرحيم اللهم صل على النبي الأمي ورحمة الله وبركاته بسم الله الرحمن الرحيم اللهم صل على النبي الأمي ورحمة الله وبركاته بسم الله الرحمن الرحيم اللهم صل على النبي الأمي ورحمة الله وبركاته بسم الله الرحمن الرحيم اللهم صل على النبي الأمي ورحمة الله وبركاته بسم الله الرحمن الرحيم اللهم صل على النبي الأمي ورحمة الله وبركاته بسم الله الرحمن الرحيم اللهم صل على النبي الأمي ورحمة الله وبركاته بسم الله الرحمن الرحيم اللهم صل على النبي الأمي ورحمة الله وبركاته بسم الله الرحمن الرحيم اللهم صل على النبي الأمي ورحمة الله وبركاته ഇനി അടുത്തതായി പറയാൻ പോകുന്നത് ശപിക്കപ്പെട്ട പിശാചിൽ നിന്നുള്ള കാവലാണ്. ശപിക്കപ്പെട്ട പിശാചിൽ നിന്നും നമ്മൾ കാവൽ ചോദിക്കുന്നു. മാത്രമല്ല അള്ളാഹുവിനോട് നമ്മൾ സഹായം ചോദിക്കുന്ന ഒരു ദിക്റാണ്.
ഏതാണ് ആ ദിക്ർ? ഇൻഷാ അല്ലാഹ് ഈ ദിക്ർ നമുക്ക് എല്ലാവർക്കും ഒരു 33 പ്രാവശ്യം ഒന്നിച്ച് പറയാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ഇന്നല്ലാഹ ഹുവസ് സമീഉൽ അലീം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ഇന്നല്ലാഹ ഹുവസ് സമീഉൽ അലീം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ഇന്നല്ലാഹ ഹുവസ് സമീഉൽ അലീം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ഇന്നല്ലാഹ ഹുവസ് സമീഉൽ അലീം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ഇന്നല്ലാഹ ഹുവസ് സമീഉൽ അലീം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ഇന്നല്ലാഹ ഹുവസ് സമീഉൽ അലീം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ഇന്നല്ലാഹ ഹുവസ് സമീഉൽ അലീം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ഇന്നല്ലാഹ ഹുവസ് സമീഉൽ അലീം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ഇന്നല്ലാഹ ഹുവസ് സമീഉൽ അലീം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ഇന്നല്ലാഹ ഹുവസ് സമീഉൽ അലീം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ഇന്നല്ലാഹ ഹുവസ് സമീഉൽ അലീം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ഇന്നല്ലാഹ ഹുവസ് സമീഉൽ അലീം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ഇന്നല്ലാഹ ഹുവസ് സമീഉൽ അലീം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ഇന്നല്ലാഹ ഹുവസ് സമീഉൽ അലീം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ഇന്നല്ലാഹ ഹുവസ് സമീഉൽ അലീം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ഇന്നല്ലാഹ ഹുവസ് സമീഉൽ അലീം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ഇന്നല്ലാഹ ഹുവസ് സമീഉൽ അലീം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ഇന്നല്ലാഹ ഹുവസ് സമീഉൽ അലീം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ഇന്നല്ലാഹ ഹുവസ് സമീഉൽ അലീം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ഇന്നല്ലാഹ ഹുവസ് സമീഉൽ അലീം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ഇന്നല്ലാഹ ഹുവസ് സമീഉൽ അലീം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ഇന്നല്ലാഹ ഹുവസ് സമീഉൽ അലീം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ഇന്നല്ലാഹ ഹുവസ് സമീഉൽ അലീം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ഇന്നല്ലാഹ ഹുവസ് സമീഉൽ അലീം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ഇന്നല്ലാഹ ഹുവസ് സമീഉൽ അലീം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ഇന്നല്ലാഹ ഹുവസ് സമീഉൽ അലീം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ഇന്നല്ലാഹ ഹുവസ് സമീഉൽ അലീം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ഇന്നല്ലാഹ ഹുവസ് സമീഉൽ അലീം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ഇന്നല്ലാഹ ഹുവസ് സമീഉൽ അലീം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ഇന്നല്ലാഹ ഹുവസ് സമീഉൽ അലീം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ഇന്നല്ലാഹ ഹുവസ് സമീഉൽ അലീം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ഇന്നല്ലാഹ ഹുവസ് സമീഉൽ അലീം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ഇന്നല്ലാഹ ഹുവസ് സമീഉൽ അലീം. ഇനി പറയുന്ന ദിക്ർ അത് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ എന്ന് നമ്മൾ സാധാരണ പലപ്പോഴായി പറയുന്ന ഒരു ദിക്റുണ്ടല്ലോ. അതായത് എല്ലാ സഹായവും അള്ളാഹുവിനോട് ചോദിക്കുന്ന,
അതുപോലെ തന്നെ എല്ലാ കാവലും അള്ളാഹുവിനോട് ചോദിക്കുന്ന ഒരു ദിക്റാണ് ലാ ഹൗല വലാ ഖുവത ഇല്ല. 99 രോഗങ്ങൾക്ക് ശിഫയാണെന്നാണ് ഈ ദിക്ർ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ആ ദിക്ർ ഉൾപ്പെടുത്തിയിട്ട് മറ്റു ഒരു ദിക്റും കൂടി ചേർത്തിട്ടുള്ള ഒരു ദിക്റാണ്, ഒരു തസ്ബീഹാണ് പറയാൻ പോകുന്നത്. ഒരുപാട് പ്രതിഫലങ്ങൾ നമുക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു ദിക്ർ. ഒരു പ്രാവശ്യം പറഞ്ഞാൽ തന്നെ ഒരുപാട് നേട്ടങ്ങളുള്ള ഗുണങ്ങളുള്ള ദിക്റാണ് ഇനി പറയാൻ പോകുന്നത്. ഈ ദിക്ർ ഇൻഷാ അല്ലാഹ് നമുക്ക് എല്ലാവർക്കും കൂടി ഒന്നിച്ച് ഇൻഷാ അല്ലാഹ് ഒരു 11 പ്രാവശ്യം പറയാം. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. അഷ്ഹദു അന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ വ അന്നല്ലാഹ ഖദ് അഹാത ബികുല്ലി ഷൈഇൻ ഇൽമാ. ഓ, ഇതെന്ത് പാടാ ഉസ്താദെ? ഒരു പാടുമില്ല. നിങ്ങൾക്ക് ആ സ്ക്രീനിൽ കാണുവാൻ സാധിക്കും ദിക്ർ. അപ്പോൾ അത് നോക്കിയിട്ട് സാവകാശം പറഞ്ഞാൽ മതി. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. അഷ്ഹദു അന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ വ അന്നല്ലാഹ ഖദ് അഹാത ബികുല്ലി ഷൈഇൻ ഇൽമാ. لا حول ولا قوة إلا بالله العلي العظيم. أشهد أن الله على كل شيء قدير وأن الله قد أحاط بكل شيء علما. لا حول ولا قوة إلا بالله العلي العظيم. أشهد أن الله على كل شيء قدير وأن الله قد أحاط بكل شيء علما. لا حول ولا قوة إلا بالله العلي العظيم. أشهد أن الله على كل شيء قدير وأن الله قد أحاط بكل شيء علما. لا حول ولا قوة إلا بالله العلي العظيم. أشهد أن الله على كل شيء قدير وأن الله قد أحاط بكل شيء علما. لا حول ولا قوة إلا بالله العلي العظيم. أشهد أن الله على كل شيء قدير وأن الله قد أحاط بكل شيء علما. لا حول ولا قوة إلا بالله العلي العظيم. أشهد أن الله على كل شيء قدير وأن الله قد أحاط بكل شيء علما. لا حول ولا قوة إلا بالله العلي العظيم. أشهد أن الله على كل شيء قدير وأن الله قد أحاط بكل شيء علما. لا حول ولا قوة إلا بالله العلي العظيم. أشهد أن الله على كل شيء قدير وأن الله قد أحاط بكل شيء علما. لا حول ولا قوة إلا بالله العلي العظيم. أشهد أن الله على كل شيء قدير وأن الله قد أحاط بكل شيء علما. لا حول ولا قوة إلا بالله العلي العظيم. أشهد أن الله على كل شيء قدير وأن الله قد أحاط بكل شيء علما. ഇനി പറയുന്ന ദിക്ർ നമ്മുടെ മനസ്സിൽ തട്ടി നമ്മൾ പറഞ്ഞാൽ നമുക്ക് വലിയ പ്രതിഫലമാണ്. നമ്മുടെ പാപങ്ങളൊക്കെ പുറത്തു നൽകാനും നമ്മുടെ ആഫിയത്തുള്ള ദീർഘായുസ് കിട്ടാനും മനസ്സിലെ ഹലാലായ മുറാദുകൾ ഹാസിലാകാനും ഈ ഒരു ദിക്ർ നമുക്ക് മതിയായതാണ്. നല്ല നിയത്തിൽ ഇൻഷാ അല്ലാഹ് നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് ചൊല്ലാം. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി
വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ സുബ്ഹാനല്ലാഹി 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 വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ. ഇനി നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെ എന്ത് ഹലാലായ മുറാദുകൾ ഹാസിലാവണോ ആ സമയത്തൊക്കെ ഈ ദിക്ർ നമുക്ക് പറയാം. അള്ളാഹുൽ ഭരമേൽപ്പിക്കുന്ന ഒരു ദിക്റാണ്. ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ നിഅമൽ മൗലാ വനിഅമൻ നസീർ 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 حسبنا الله ونعم الوكيل نعم المولى ونعم النصير 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 حسبنا الله ونعم الوكيل نعم المولى ونعم النصير
ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ നിഅമൽ മൗലാ വനിഅമൻ നസീർ. മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ അല്ലാഹു തആല മത്സ്യത്തിൻ്റെ വയറ്റിൽ നിന്നും രക്ഷപ്പെടുത്താൻ കാരണമായ ഒരു ദിക്റുണ്ട്. വിശുദ്ധമായ ഖുർആനിലെ ആയത്താണ് അത്. നിസ്കാരമില്ലാത്ത ഉമ്മമാർക്കും അതുപോലെ ജനാപത്തുകാരായ ആളുകൾക്കെല്ലാം ഇതൊരു ദിക്റാണ് എന്ന് മനസ്സിൽ കരുതിയിട്ട് പറയാവുന്ന അതിശ്രേഷ്ഠമായ, നമ്മുടെ ജീവിതത്തിലെ കടങ്ങളും അതുപോലെ തന്നെ ഒരുപാട് നഷ്ടങ്ങളും ഉണ്ടാകുന്ന സമയത്ത് ഈ ദിക്ർ നമുക്ക് ഏറ്റവും ഉപകരിക്കുന്നതാണ്. ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. അടുത്തതായി പറയുന്നത് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു ഹദീസുണ്ട്. ഞാനും എൻ്റെ മുമ്പ് കടന്നുപോയ മുഴുവൻ പ്രവാചകന്മാരും അവരൊക്കെ പറഞ്ഞിട്ടുള്ള വാക്കുകളിൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ള വാക്ക് അത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വാക്കാണ്. ഇൻഷാ അല്ലാഹ് ആ ഒരു ദിക്ർ ഏറ്റവും അഫ്ളലു ദിക്റാണ്. അതുപോലെ മിഫ്താഹുൽ ജന്ന, സ്വർഗത്തിൻ്റെ താക്കോലാണ്, ഏറ്റവും ശ്രേഷ്ഠതയുള്ള ദിക്റാണ്. ആ ദിക്ർ നമ്മുടെ മനസ്സിൽ എന്തൊക്കെ മുറാദുകളുണ്ടോ അതൊക്കെ ഹാസിലാവണമെന്ന നല്ല നിയ്യത്തിൽ ഇൻഷാ അല്ലാഹ് നമുക്ക് അത് ഒന്നിച്ച് പറയാം. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. 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 ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്.
لا إله إلا الله 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 لا إله إلا الله. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഏത് സമയത്തും പറഞ്ഞിരുന്ന ഒരു ദുആയുണ്ട്. നബിതങ്ങളുടെ ദുആയായിട്ടാണ് മഹാന്മാർ ഈ ദുആയിനെ പരിചയപ്പെടുത്തുന്നത്. അതായത് നമ്മൾ എപ്പോഴും നമുക്ക് ദുആ ചെയ്യുമ്പോൾ ഏറ്റവും ആദ്യമായി അല്ലെങ്കിൽ മറക്കാതെ നമ്മൾ ചൊല്ലേണ്ട ഒരു ദുആയാണ് ഇൻഷാ അല്ലാഹ്. ആ ഒരു ദുആ അതായത് നമ്മുടെ ദുനിയാവും ആഖിറവും നമ്മുടെ ഖബറും എല്ലാ കാര്യവും ചോദിക്കുന്ന ഒരു ദുആയാണ്. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെയും കുടുംബത്തെയും ഓർക്കുന്ന ഒരു മാസമാണല്ലോ ഇത്. കഅബയുടെ പണി പൂർത്തീകരിച്ചതിന് ശേഷം ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ചെയ്തൊരു ദുആയുണ്ട്. അള്ളാഹുവേ, ഞങ്ങളുടെ ഈ കർമ്മം നീ സ്വീകരിക്കണേ എന്ന് മഹാനവറുകൾ ദുആ ചെയ്തു. ഇസ്മായിൽ നബി അലൈഹി സ്വലാം ആ ദുആ കേട്ട് ആമീൻ പറഞ്ഞുവെന്നാൽ മഹാന്മാർ ആ ദുആ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട്. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്തത് തവ്വാബുർ റഹീം. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്തത് തവ്വാബുർ റഹീം. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم
ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم إن شاء الله سورة الفاتحة നമുക്കൊരു 3 പ്രാവശ്യം ഓതാം. സൂറത്തുൽ ഫാത്തിഹ ഓതുന്നതിൻ്റെ പ്രതിഫലമൊക്കെ പറയേണ്ട കാര്യമില്ല. ഫാത്തിഹ സൂറത്ത് ഓതിയാൽ ഒരുപാട് ശ്രേഷ്ഠതയാണ്. ഉമ്മുൽ ഖുർആൻ, അതുപോലെ തന്നെ ഫാത്തിഹത്തുൽ കിതാബ് തുടങ്ങിയ ഒരുപാട് പേരുകൾ തന്നെ ഈ ഒരു ഫാത്തിഹ സൂറത്തിനുണ്ട്. എല്ലാ രോഗങ്ങൾക്കുമുള്ള ഒരു മന്ത്രിക്കാൻ പറ്റിയ ഷിഫായുള്ള ഒരു ആയത്തുകളുള്ള സൂറത്താണ് സൂറത്തുൽ ഫാത്തിഹ. 3 പ്രാവശ്യം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين ഇനി സൂറത്തുൽ ഇഖ്ലാസ് സാധാരണ ദുൽഹിജ്ജ മാസത്തിൻ്റെ ഓരോ ദിവസവും 200 പ്രാവശ്യം വെച്ച് സൂറത്തുൽ ഇഖ്ലാസ് ഓതിയാൽ വമ്പൻ പ്രതിഫലങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് 200 പ്രാവശ്യം ഇവിടെ തൽക്കാലം നമ്മൾ ഓതുന്നില്ല. നമ്മളൊരു 11 പ്രാവശ്യമാണ് ഇൻഷാ അള്ളാഹ് ഇവിടെ സൂറത്തുൽ ഇഖ്ലാസ് നമുക്ക് ഒന്നിച്ച് പാരായണം ചെയ്യാൻ
നമ്മൾ ഉദ്ദേശിക്കുന്നത്. ബാക്കിയുള്ള സമയങ്ങളിൽ ഇൻഷാ അള്ളാഹ് നിങ്ങൾക്ക് കഴിയുന്നത് പോലെ 200 പ്രാവശ്യമോ അല്ലെങ്കിൽ 300 എത്രയാണോ കഴിയുന്നത് അത് നിങ്ങളെല്ലാവരും ഓതി തീർക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം ഒരുപാട് ശ്രേഷ്ഠതകളുള്ള ഒരു സൂറത്താണ്. മാത്രമല്ല അതിശ്രേഷ്ഠമായ ഒരു ദിവസത്തിലാണ് നമ്മളുള്ളത്. ഒരുപാട് ദുആക്ക് ഇജാബത്ത് കിട്ടുന്ന ഒരു പകലിലാണ് നമ്മളുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ഓതുന്ന ഈ സൂറത്തുൽ ഇഖ്ലാസ് പരിപൂർണമായി സ്വീകരിക്കുമാറാവട്ടെ. ഈ സൂറത്ത് ഉളു ഉള്ളവർക്കും ഇല്ലാത്തവർക്കും ഒക്കെ ഓതാം. നിസ്കാരം ഇല്ലാത്ത ഉമ്മമാരെ സംബന്ധിച്ചിടത്തോളം അവരിത് ഈ സൂറത്ത് ഓതുന്നത് കേട്ടിരുന്നാൽ മതി. മനസ്സിൽ ഓതുന്നതുകൊണ്ട് കുഴപ്പമില്ല, നാവ് കൊണ്ട് ഓതാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സ്വമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സ്വമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സ്വമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സ്വമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സ്വമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സ്വമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സ്വമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സ്വമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സ്വമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സ്വമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സ്വമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. അത് കഴിഞ്ഞ് സൂറത്തുൽ ഫലക്കും സൂറത്തുൻ നാസും 3 പ്രാവശ്യം വെച്ച് ഓതാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് മിൻ ശർരി മാ ഖലഖ് വമിൻ ശർരി ഗാസിഖിൻ ഇദാ വഖബ് വമിൻ ശർരി നഫ്ഫാഥാതി ഫിൽ ഉഖദ് വമിൻ ശർരി ഹാസിദിൻ ഇദാ ഹസദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് മിൻ ശർരി മാ ഖലഖ് വമിൻ ശർരി ഗാസിഖിൻ ഇദാ വഖബ് വമിൻ ശർരി നഫ്ഫാഥാതി ഫിൽ ഉഖദ് വമിൻ ശർരി ഹാസിദിൻ ഇദാ ഹസദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് മിൻ ശർരി മാ ഖലഖ് വമിൻ ശർരി ഗാസിഖിൻ ഇദാ വഖബ് വമിൻ ശർരി നഫ്ഫാഥാതി ഫിൽ ഉഖദ് വമിൻ ശർരി ഹാസിദിൻ ഇദാ ഹസദ്. ഇനി നമുക്ക് ഓതാനുള്ളത് അവസാനമായി സൂറത്തുൻ നാസാണ്. ഈ സൂറത്തുൻ നാസ് വസ്വാസുള്ള ആളുകൾ എത്ര ഒതു കൊടുത്താലും ശരിയാവാത്ത, അല്ലെങ്കിൽ കൈ കെട്ടുമ്പോൾ നമുക്കൊരു വസ്വാസ് വരുന്ന, നീയത്ത് പറയുമ്പോൾ ഒരു വസ്വാസ്, അങ്ങനെ വസ്വാസുള്ള ആളുകൾ അവർക്കുള്ള ഒരു മന്ത്രം കൂടിയാണ് ഈ സൂറത്തുൻ നാസ്. വിശുദ്ധമായ ഖുർആനിലെ ഏറ്റവും അവസാനത്തെ സൂറത്ത്. ഇൻഷാ അല്ലാഹ് അതൊരു 3 പ്രാവശ്യം കൂടി ഓതി നമുക്ക് ദുആരക്കാം.
ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ അഊദു ബിറബ്ബിൻ നാസ് മലിക്കിൻ നാസ് ഇലാഹിൻ നാസ് മിൻ ശർരിൽ വസ്വാസിൽ ഖന്നാസ് അല്ലദീ യുവസ്വിസു ഫീ സുദൂരിൻ നാസ് മിനൽ ജിന്നതി വന്നാസ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ അഊദു ബിറബ്ബിൻ നാസ് മലിക്കിൻ നാസ് ഇലാഹിൻ നാസ് മിൻ ശർരിൽ വസ്വാസിൽ ഖന്നാസ് അല്ലദീ യുവസ്വിസു ഫീ സുദൂരിൻ നാസ് മിനൽ ജിന്നതി വന്നാസ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ അഊദു ബിറബ്ബിൻ നാസ് മലിക്കിൻ നാസ് ഇലാഹിൻ നാസ് മിൻ ശർരിൽ വസ്വാസിൽ ഖന്നാസ് അല്ലദീ യുവസ്വിസു ഫീ സുദൂരിൻ നാസ് മിനൽ ജിന്നതി വന്നാസ്. ഇനി അവസാനമായി നമുക്കറിയാവുന്ന ഒരുപാട് സ്വലാത്തുകളുണ്ട്. ഏത് സ്വലാത്ത് വേണമെങ്കിലും പറയാം. ഇവിടെ നമ്മൾ പറയുന്നത് സാധാരണ നമ്മൾ ചൊല്ലുന്ന സ്വലാത്താണ്. ആ സ്വലാത്ത് ഒരു 11 പ്രാവശ്യം കൂടി പറഞ്ഞിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആയിലേക്ക് പ്രവേശിക്കാം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. 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 അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലിം. ഒരുപാട് പേര് ദ്വാരക്കാൻ പറഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് അറഫാ ദിവസത്തിൻ്റെ പകലിൽ ദുആക്ക് ഇജാബത്തുള്ള ഒരു സന്ദർഭമാണ്. അതുപോലെ തന്നെ രാവിലും ഒരുപാട് ശ്രേഷ്ഠതകളുണ്ട്. ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മൾ ഒരുപാട് ദുആ വർദ്ധിപ്പിക്കുക. അല്ലാഹു തആല നമ്മുടെ എല്ലാവരുടെയും ദുആയിനെ സ്വീകരിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. അല്ലാഹുമ്മ അൻസിൽഹുൽ മഖ്അദൽ മുഖറബ ഇൻദക യൗമൽ ഖിയാമ. റബ്ബനാ ളലംനാ അൻഫുസനാ വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. അർഹമർ റഹീമീനായ അല്ലാഹ്, ഞങ്ങളുടെ ഒരുമിച്ച് കൂടലും ഞങ്ങളുടെ ദുആഇനെയും നീ സ്വീകരിക്കണേ റഹ്മാനെ. അള്ളാഹു ജീവിതത്തിൽ ഒരുപാട് അബദ്ധങ്ങൾ ചെയ്തവരാണ്, പാപങ്ങൾ ചെയ്തവരാണ്, തെറ്റുകൾ ചെയ്തവരാണ്. അറിഞ്ഞും അറിയാതെയും ഒറ്റക്കും രഹസ്യമായും കൂട്ടായും അള്ളാഹുവെ ഒരുപാട് അബദ്ധങ്ങൾ ചെയ്തു പോയി. എല്ലാ പാപങ്ങളും നീ വിട്ടുപുറത്ത് മാപ്പാക്കണേ അല്ലാ. ഞങ്ങളിൽ നിന്നും മരണപ്പെട്ടു പോയവർക്ക് നീ മഗ്ഫിറത്ത് നൽകണേ അല്ലാ. അള്ളാഹുവെ അവരുടെയും നാളെ മരിക്കേണ്ടവരാണ് ഞങ്ങൾ, ഞങ്ങളുടെയും ഖബറുകളെ നീ വിശാലമാക്കണേ അല്ലാ. സ്വർഗത്തിൽ ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം ഒരുമിച്ച് കൂട്ടണേ റഹ്മാനെ. അള്ളാഹുവെ പടച്ചവനെ, ഞങ്ങളോട് ഒരുപാട് പേര് ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഈ പുണ്യമായ ദുൽഹിജ്ജ മാസത്തിൻ്റെ ബറക്കത്ത് കൊണ്ട് അള്ളാഹുവെ അറഫാ ദിവസത്തിൻ്റെ ഹക്ക് കൊണ്ട് ഞങ്ങളുടെ എല്ലാവരുടെയും എല്ലാ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ദുരിതങ്ങളും സങ്കടങ്ങളും
സങ്കടങ്ങളും രോഗങ്ങളും നീ മാറ്റണേ അല്ലാ. കടങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. കടം കൊടുത്ത പൈസ തിരിച്ചു കിട്ടാനില്ലാതെ വിഷമിക്കുന്നവരുണ്ട്. അള്ളാഹുവേ ഖൈറ് ഞങ്ങൾക്ക് നീ അടുപ്പിച്ച് നൽകണേ റഹ്മാനെ. അള്ളാഹുവേ പടച്ചവനെ, ഒരുപാട് രോഗികളുണ്ട്. എല്ലാ വിധത്തിലുള്ള രോഗങ്ങളെ തൊട്ടും ഞങ്ങളെ നീ കാക്കണേ അല്ലാ. മാരകമായ ക്യാൻസർ പോലെ, അതുപോലെ തന്നെ ബ്രെയിൻ ട്യൂമർ പോലെ ചെറുതും വലുതുമായ ഒരുപാട് അസുഖങ്ങളുണ്ട്. ഒരുപാട് പേര് ഹോസ്പിറ്റലിൽ കഴിയുന്നവരുണ്ട്, വീടുകളിൽ കഴിയുന്നവരുണ്ട്. എല്ലാവരുടെയും എല്ലാ രോഗങ്ങൾക്കും നീ ശിഫാ നൽകണേ അല്ലാ. അള്ളാഹു ഞങ്ങളുടെ മക്കളെ എല്ലാവരെയും നീ സ്വാലിഹീങ്ങളാക്കണേ അല്ലാ, സ്വാലിഹാത്തുകളാക്കണേ അല്ലാ. പഠനത്തിൽ നീ മികവ് നൽകണേ അല്ലാ. അവർക്ക് നീ ഉയർച്ചയും വളർച്ചയും കൊടുക്കണേ റഹ്മാനെ. അള്ളാഹുവെ പടച്ചവനെ, ഞങ്ങളോട് ഒരുപാട് പേര് ഒരുപാട് ആവശ്യങ്ങൾ പറഞ്ഞ് ദുആരക്കാൻ പറഞ്ഞിട്ടുണ്ട്. അവരുടെയും ഞങ്ങളുടെയും മനസ്സിലുള്ള ഹലാലായ മുറാദ് നീ ഹാസിലാക്കണേ അല്ലാ. അള്ളാഹുവെ ജോലിയില്ലാത്തവരുണ്ട്, ഖൈറായ ജോലി കൊടുക്കണേ അല്ലാ. വീടില്ലാത്തവർ ഖൈറായ വീട് കൊടുക്കണേ അല്ലാ. അള്ളാഹു വിവാഹ പ്രായമെത്തിയിട്ട് വിവാഹം ശരിയാവാത്തവരുണ്ട്, ഖൈറായ ഇണകളെ നീ അടുപ്പിച്ചു നൽകണേ റഹ്മാനെ. അള്ളാഹുവെ പ്രകൃതി ദുരന്തങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. ലോക മുസ്ലിമീങ്ങൾക്ക് നീ ഇസ്സത്തും സമാധാനവും നൽകണേ അല്ലാ. അള്ളാഹു ഈ പ്രാവശ്യം നിന്റെ അതിഥികളായി വന്നിട്ടുള്ള ഹാജിമാർ, അവരുടെ ഹജ്ജും ഉംറയും സിയാറത്തും നീ സ്വീകരിക്കണേ അല്ലാ. ഞങ്ങൾക്കും താമസിയാതെ അവിടങ്ങളിൽ വന്ന് ഇബാദത്ത് എടുക്കാനുള്ള തൗഫീക്ക് നൽകണേ റഹ്മാനെ. അള്ളാഹുവെ പടച്ചവനെ, അള്ളാഹുവെ ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾക്ക് ചോദിക്കാനുണ്ട്. അള്ളാഹുവെ വിദേശത്തുള്ള ഒരുപാട് സഹോദരന്മാർ, പ്രവാസികൾ, അവർ ദുആരക്കാൻ പറഞ്ഞിട്ടുണ്ട്. അവരുടെ ജോലികളിലും അവരുടെ കുടുംബങ്ങളിലും നീ ഖൈറും സലാമത്തും നൽകണേ അല്ലാ. അള്ളാഹുവെ ഒരുപാട് പേര് ഇന്റർവ്യൂ കഴിഞ്ഞ് നിൽക്കുകയാണ്. ഖൈറായ ജോലി നീ അടുപ്പിച്ച് നൽകണേ അല്ലാ. അള്ളാഹു ഒരുപാട് പ്രകൃതി ദുരന്തങ്ങൾ വരികയാണ്. അതുപോലെ തന്നെ ഒരുപാട് പകർച്ചവ്യാധികളുണ്ട്. പനികളെ തൊട്ട് നീ കാക്കണേ അല്ലാ. അള്ളാഹു ഞങ്ങളുടെ മക്കളെ എല്ലാവരെയും കാക്കണേ അല്ലാ. ഞങ്ങളുടെ മക്കൾ സ്കൂളുകളിലേക്ക് പോകുമ്പോൾ എല്ലാ വിധത്തിലുള്ള ആപത്ത്, മുസീബത്ത്, കണ്ണീർ, സിഹറിനെ തൊട്ട് കാക്കണേ അല്ലാ. പ്രത്യേകിച്ച് തെരുവ് നായകയുടെ ശല്യം രൂക്ഷമായി കൊണ്ടിരിക്കുന്ന കാലമാണ് റഹ്മാനെ. എല്ലാ വിധത്തിലുള്ള ഉപദ്രവകാരികളായ ജീവികളെ തൊട്ടും ഞങ്ങളെയും ഞങ്ങളുടെ സന്താനങ്ങളെയും നീ കാക്കണേ അല്ലാ. അള്ളാഹു ഞങ്ങളുടെ മക്കളെ നീ സ്വാലിഹീങ്ങളാക്കണേ അല്ലാ. അള്ളാഹുയെ മയക്കുമരുന്നിൻ്റെ അതുപോലെ തന്നെ മറ്റ് അസാൻമാർഗിക പ്രവർത്തനങ്ങളുടെ അടിമകളായി പോകുന്നവയെ തൊട്ട് ഞങ്ങളെ നീ കാക്കണേ അല്ലാ. ഞങ്ങളുടെ മക്കളെ നീ സലാമത്താക്കണേ അല്ലാ. പരിശുദ്ധമായ ബലിപെരുന്നാൾ ഞങ്ങളിലേക്ക് വരികയാണ് റബ്ബേ. ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്യാൻ, ഉൽഹയ്യത്തിൻ്റെ കർമ്മത്തിൽ ഏർപ്പെടാനുള്ള തൗഫീക്ക് നൽകണേ അല്ലാ. അള്ളാഹുവെ ആരെല്ലാം ഈ പ്രാവശ്യം ഉൽഹയ്യത്തിൽ ചേർന്നിട്ടുണ്ടോ അവർക്കെല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകണേ റഹ്മാനെ. അള്ളാഹുവെ പടച്ചവനെ, ഇനിയും ഞങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് അറഫകളെയും അറഫാ ദിനങ്ങളെയും അതുപോലെ തന്നെ ഈ വലിയ പെരുന്നാളുകൾ ദിനങ്ങളെയും ഒരുപാട് പ്രാവശ്യം വരവേൽക്കാനുള്ള തൗഫീക്ക് നൽകണേ അല്ലാ. അതിലെല്ലാം ഒരുപാട് ഇബാദത്ത് എടുക്കാനുള്ള തൗഫീക്ക് നൽകണേ റഹ്മാനെ. അല്ലാഹുവേ പടച്ചവനെ, ഞങ്ങൾക്ക് എല്ലാവിധ ഖൈറും സലാമത്തും നൽകണേ അല്ലാ. പരിശുദ്ധമായ അറഫാ ദിവസത്തിൻ്റെ സുബഹി തൊട്ട് നമുക്ക് തക്ബീർ ചൊല്ലൽ സുന്നത്താണ്. പ്രത്യേകം ഓരോ നമസ്കാരത്തിന് ശേഷം, ഫർദ് നിസ്കാരത്തിന് ശേഷം അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ നമ്മൾ സാധാരണ ചൊല്ലുന്ന തക്ബീർ ഉണ്ടല്ലോ, അത് പ്രത്യേകം നിസ്കാരങ്ങൾക്ക് ശേഷം പറയൽ സുന്നത്താണ്. അത് ആണുങ്ങൾക്ക് മാത്രമല്ല പെണ്ണുങ്ങൾക്കും. നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ നിസ്കാരം കഴിഞ്ഞിട്ട് നിങ്ങൾ കേൾക്കുന്ന തരത്തിൽ ആ ഒരു തക്ബീർ പറയാവുന്നതാണ്. അപ്പം അതുപോലെ തന്നെ ഉളഹിയ്യത്ത്, മൃഗങ്ങളെ കാണുമ്പോൾ തക്ബീർ പറയുക. ഈ തക്ബീർ നമ്മൾ നാളെ, അതായത് അറഫയുടെ സുബഹി തൊട്ട് തുടങ്ങിയാൽ പിന്നെ തീരുന്നത് നാലാം പെരുന്നാളിൻ്റെ അസർ വരെയാണ്. നാലാം പെരുന്നാളിൻ്റെ അസർ വരെയാണ് നമ്മൾ ആ തക്ബീർ എല്ലാ നിസ്കാരത്തിന് ശേഷവും പറയൽ പ്രത്യേകം സുന്നത്താണ്. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്തത് തവ്വാബുർ റഹീം ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലിം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.